നവകേരള സദസ്സിൽ നൽകിയ വായ്പാ ഇളവ് പരാതിയിൽ തുച്ഛമായ തുക ഇളവ് നൽകിയതിൽ വിശദീകരണവുമായി കേരള ബാങ്ക്. മാനദണ്ഡപ്രകാരം ലഭ്യമാകുന്ന ഇളവാണ് നൽകിയെന്നാണ് കണ്ണൂരിലെ ഇരിട്ടി സായന്ന ശാഖയുടെ വിശദീകരണം. 4 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് ഇളവ് നേടിയ ക്ലിയന്ത്ര സ്വദേശിക്ക് ലഭിച്ചത് വെറും 515 രൂപയുടെ ഇളവ്. നമുക്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിന് നമുക്ക് അവർ പറയുന്ന സർക്കുലർ പ്രകാരമല്ലേ കാര്യങ്ങൾ ചെയ്യാനാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ഇളവ് അത്രയാണ്. അതായത് ഈ പിഴപ്പലിശ മാത്രമാണോ അങ്ങനെയാണോ? അതാണോ അതിന്റെ ഒരു മാനദണ്ഡം? നോംസ് എങ്ങനെയാണോ? അത് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഒരു 12 ഇൻസ്റ്റാൾമെന്റ് വരെയാണെങ്കിൽ അടയ്ക്കാനുള്ള പലിശയുടെ 5% ബാങ്ക് ഒഴിവായി കൊടുക്കുന്നുണ്ട്. അതിന് മേലേക്ക് അത് ഓരോ ലോണിന്റെ ഇത് നോക്കിയിട്ട് എലിജിബിലിറ്റി അനുസരിച്ച് കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ അവിടെ പരാതി വന്നു കഴിയുമ്പോൾ അത് നമുക്ക് അടുത്ത തീരുമാനം. പരാതി വന്നത് സാർ, അത് പരാതി പോയത് മെയിൻ നമ്മുടെ ഹെഡ് ഓഫീസിലേക്കാണ്, RO-യിലേക്കാണ്, റീജിയണൽ ഓഫീസിലാണ്. അവിടുന്ന് അത് കൈകാര്യം ചെയ്യുക. അപ്പൊ ഇവിടെ അത് അവിടുന്ന് അതിനൊരു കമ്മിറ്റി ഉണ്ട്, രജിസ്ട്രാർ മറ്റൊക്കെ അടങ്ങുന്നത്. കേരള ബാങ്കിന്റെ അവരാണ് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ട് മറുപടി കൊടുക്കുക. അവിടുന്ന് തന്നെ കൊടുക്കുക. അതെ അതെ അതെ. ബ്രാഞ്ചിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ബ്രാഞ്ചിൽ അങ്ങനെ വന്നിട്ടില്ല. അത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നൽകും. സജോ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ കൊടുക്കാൻ ബാങ്കിന് നിർവാഹമില്ലെന്നാണോ മാനേജർ പറയുന്നത്? SKN നവകേരള സദസ്സ് ഇരിട്ടിയിലെത്തിയപ്പോൾ കിളിയന്തറ സ്വദേശിയായ ഒരു കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറല്ല. അദ്ദേഹം ഒരു ദിവസത്തെ പണിയൊക്കെ കളഞ്ഞ് വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 4 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അതിൽ ഇളവ് തേടിയാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത്. കൃത്യമായ മറുപടികൾ അതിനിടെ വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 6-ാം തീയതി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ കുറിപ്പ് വന്നു, മറുപടി വന്നു. ഇതിന്മേൽ താങ്കളുടെ പരാതി തീർപ്പാക്കിയിരിക്കുന്നു, താങ്കൾക്ക് ലഭിക്കാവുന്ന പരമാവധി വായ്പാ ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു മറുപടി. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം, അതിൽ 515 രൂപ മാത്രമാണ് ഇളവായി ലഭിച്ചത്. അതായത് ഇനി അവശേഷിക്കുന്ന തുകയായി ഉണ്ടായിരുന്നത് 3,97,731 രൂപയാണ്. അതിന് 515 രൂപ കഴിച്ചുള്ള തുക അടയ്ക്കണം എന്ന് കാട്ടിയാണ്. ഇതിന്മേലാണ് കേരള ബാങ്കിൻ്റെ ഇരിട്ടി സായന്ന ശാഖ മാനേജർ MK വിനോദ് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നത്. റീജിയണൽ തലത്തിലാണ് പരാതി തീർപ്പാക്കുന്നത്. സാധാരണഗതിയിൽ പിഴപ്പലിശ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നേരത്തെ റവന്യൂ റിക്കവറി വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ വലിയ കുടിശ്ശികയില്ല, അതുകൊണ്ട് പിഴപ്പലിശയില്ല. നിലവിലുള്ള പിഴപ്പലിശ മാത്രമാണ് ഇളവ് ചെയ്ത് നൽകിയിട്ടുള്ളത് എന്നാണ് ബാങ്കിൻ്റെ വിശദീകരണം. അതേസമയം ഒരു ദിവസത്തെ പണിയൊക്കെ കളഞ്ഞ് അദ്ദേഹം ഈ പരാതി നൽകുന്നു, അതിന്മേൽ ഇളവ് പ്രതീക്ഷിച്ചു പോകുന്നു. ഇതിൽ ഇളവ് നൽകാനാവില്ല എന്ന മറുപടി ഇതിലും ഭേദമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്രയും തുച്ഛമായ തുക മാത്രമേ നിലവിലെ നോംസ് പ്രകാരം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇത് പരാതി തീർപ്പാക്കുന്നത് കേരള ബാങ്കിൻ്റെ റീജിയണൽ തലത്തിൽ ഇതിനുവേണ്ടിയുള്ള കമ്മിറ്റിയാണ്. ഇതിൽ വലിയ തോതിലുള്ള കുടിശ്ശികയോ വലിയ പിഴപ്പലിശയോ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകമായി ഒരു ഇളവ്, അതിൽ കൂടുതൽ തുകയുടെ ഇളവ് നൽകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ 515-ന്റെ വിചിത്രമായ തുക, അല്ലെങ്കിൽ അത്രയും ചെറിയ തുകയ്ക്കുള്ള തുച്ഛമായ തുകയുടെ ഇളവ് വരുത്തിയെന്ന മറുപടി ലഭ്യമായത്. അതിൽ കഴിയാവുന്നതും ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് റീജിയണൽ സമിതിയാണ്. പക്ഷേ അപ്പോൾ പോലും നിലവിലെ നോംസ് പ്രകാരം ഇത് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപകമായി ഈ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 4 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് 515 രൂപ ഈ പരാതിയിന്മേൽ, നവകേരള സദസ്സിൻ്റെ പരാതിയിന്മേൽ ഇളവ് നൽകിയ ഈ മറുപടി കുറിപ്പ് വ്യാപകമായി പ്രചരിക്കുകയും അത് ട്രോളുകളൊക്കെ ആവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ബാങ്ക് മാനേജറുടെ വിശദീകരണം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.